Good morning, and we have stepped into our day 2 in Bangkok. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ടു ഗോ ടു സഫാരി വേൾഡ്. ഇവിടെ നിന്നൊരു 1 hour ജേർണി ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രൈവർ ചേട്ടൻ്റെ പേര് വിഷി എന്നാ. അപ്പോൾ ചേട്ടന് ഇംഗ്ലീഷ് വശവും ഇല്ല, നമുക്ക് തൈലൻഡ് ഭാഷയും വശവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയല്ലേ ചോദിച്ച് മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ ചേട്ടൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സിനിമാ നടൻ ഇന്നസെൻ്റ് അദ്ദേഹത്തെ പോലെ ഇരിക്കുക കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സുഖംവിത്ത് സ്ട്രീറ്റ്. ഇന്നലെ നമ്മൾ ടുക് ഓട്ടോയിൽ കയറി. അപ്പോൾ ടുക് ഓട്ടോയിലെ ചേട്ടൻ്റെ പേര് കണ്ടോ? ആ പുള്ളിയുടെ പേര് 8 വിളിക്കാൻ നമുക്ക് എളുപ്പം. And here we are in Safari World. Ta-da! And we are excited to try this out, which is new here. സഫാരി വേൾഡിനെ ആക്ച്വലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈ മെറൈൻ പാർക്കും മറ്റേത് സഫാരി വേൾഡ് എന്നും പറഞ്ഞിട്ട് തന്നെ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മെറൈൻ പാർക്കിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യം കാണുന്ന ഒരു കാഴ്ച കേട്ടോ ഈ ബേർഡ്സ്. പിന്നെതാ ഇദ്ദേഹത്തെയാണ് കണ്ടത്. നമുക്ക് ചൂടെടുക്കുമ്പോൾ കയ്യിലൊരു ഫാൻ ഇങ്ങനെ കരുതിക്കൊള്ളുക, വിച്ച് റിയലി ഹെൽപ്സ്. നല്ല ചൂടാണ്. നമ്മളിനി അടുത്തത് ഈ ബേർഡ് ഷോ ഉണ്ട്. ഈ ബേർഡ് ഷോ കാണാൻ പോവാ. എനിക്ക് ആക്ച്വലി ടൈഗറിനെ കാണണം, ഫീഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ ബേബി ടൈഗറിനെ കണ്ടു. ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ച് പോയി അങ്ങ് ഇരുന്നു. ഇത് ആക്ച്വലി നമ്മൾ അവിടെ പരിചയപ്പെട്ട ഒരു മലയാളി ഫാമിലിയാണ്. ഞങ്ങൾ 2 ദിവസം അവരെ കണ്ടു. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ കഴിക്കാൻ പോയി. ബ്ലോസം എന്നായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ ഞങ്ങൾക്ക് ആക്ച്വലി തായ്ലൻഡ് ഫുഡായിരുന്നു. തായ്ലൻഡിലെ പഴം പാളയംതൊടനാണ് തോന്നുന്നു. നമ്മുടെ പാളയംതൊടനാണെന്ന് തോന്നുന്നു. റോബസ്റ്റയും പാളയംതൊടനും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പഴമായിരുന്നു. ഇതാണ് നമ്മുടെ ബ്ലോസം റെസ്റ്റോറൻറ്റ്. സോ ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. 1000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ ഡോൾഫിൻ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. കണ്ടോ ഇവിടുത്തെ ഒരാളുടെ തിരക്ക്, ആൾക്കാരുടെ തിരക്ക്. ഞങ്ങളിവിടെ ക്യൂ നിൽക്കുകയാണ്. എന്തിനാന്നോ? റിവർ സഫാരിക്ക് പോവാൻ. ബോട്ട് ഈസ് റെഡി. We are in a queue. The best. സഫാരി വേൾഡിലെ ഏറ്റവും അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു റിവർ സഫാരി. ഇങ്ങനെ നടുക്കൂടെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോയി പല പല കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും ദ ബെസ്റ്റ്.
Where are we going? Oh my god, scary. Noah. Oh my god. ഇനി നല്ല ഗുഡ് ഗേൾ ആവോ? ഇതാണ് സഫാരി വേൾഡിൻ്റെ സെക്കൻഡ് പാർട്ടായ സഫാരി പാർക്ക്. ഇതുപോലെ നമ്മൾ കാറിനകത്തിരിക്കും. നമുക്ക് ആനിമൽസിനെയൊക്കെ ഈ കാറിനകത്തിരുന്നുകൊണ്ട് കാണാം. പുറത്ത് പോകാൻ നമുക്ക് അനുവാദമില്ല. സംതിങ് ഇൻട്രസ്റ്റിംഗ് ഈസ് കമ്മിങ് അവേ. ഈ സഫാരി വേൾഡിൽ കയറുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും അടുത്ത് നമുക്ക് ഈ ലയണിനെയും വരാൻ പോകുന്ന ടൈഗറിനെയൊക്കെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും. ഇറ്റ് വാസ് എ ടോട്ടൽ സർപ്രൈസ്. നമ്മളിപ്പോൾ ലയണേയും ലയണസിനെയും കണ്ടു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ നോക്കുക ടൈഗർ, ബംഗാൾ ടൈഗർ ആണ് ഇവിടെ. യെസ് നമ്മൾ കണ്ടു. അരെ ഇത്ര അടുത്ത് നമ്മൾ ടൈഗറിനെ കണ്ടു. My God, no. Bye. See you again. Bye. നമ്മുടെ ഡേ 2 വൈകിട്ട് 6 മണിയായി. നമ്മളിപ്പോൾ ബാനിയൻ ട്രീ വേർട്ടിഗോ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ പോവുക, along with sunset. നടക്കുമോ ഇല്ലയോ നമുക്കറിയില്ല, പക്ഷേ വി ആർ ഗിവിങ് എ ട്രൈ. നമ്മളങ്ങനെ വേർട്ടിഗോ റെസ്റ്റോറൻറ്റിലെത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിക്കാനിരുന്നു ഡിന്നറിന് വേണ്ടി. നമ്മൾ ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തത് റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആയിരുന്നു, വിച്ച് ഇസ് വേർട്ടിഗോ 1. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് അവരതിപ്പം ക്ലോസ് ചെയ്തിരിക്കുക. പക്ഷെ നമുക്കിപ്പം ഇൻഡോർ വേർട്ടിഗോ 2 നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇത്രയും വ്യൂ നമുക്ക് കിട്ടും. ബാനിയൻ ട്രീയിൽ നിന്ന് ഇറങ്ങി, ബാനിയൻ ട്രീയിൽ നമുക്കൊരു ടാക്സി പിടിച്ച് നമ്മൾ ഒരു 5 കിലോമീറ്റേഴ്സിനകത്തുള്ള ഐക്കോൺ സിയാം മോളിൽ വന്നിരിക്കുകയാണ്. സീ ദിസ് ഇസ് ഇറ്റ്. കണ്ടോ ഇവിടുത്തെ ട്രാഫിക്. ആക്ച്വലി ഇന്ന് ഹോളിഡേ ആണ് ഇവിടെ ബാങ്കോക്കിൽ. പക്ഷെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നല്ല വൈബാണിത്. അങ്ങനെ നമ്മൾ ഐക്കോൺ സിയാം മോളിൻ്റെ അകത്തൊക്കെ കയറി. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ വന്നപ്പോൾ ഇതുപോലെ ഒരു കുറേ കുഞ്ഞു സാധനങ്ങളും ഫുഡും ഒക്കെ വിൽക്കുന്ന ചെറിയൊരു പോർഷൻ കണ്ടു. നല്ല രസം അത് കാണാൻ. ഓക്കെ, സോ യാ, ദിസ് ഇസ് ഇറ്റ്. ഇതുപോലൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇത് ആക്ച്വലി അടയ്ക്കാറ്. ഇവർ 9 മണിയാകുമ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യും. ഇന്ന് പിന്നെ അവധി ആയതുകൊണ്ട്
കുറച്ച് നേരം കൂടെ അവർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന. അങ്ങനെ നമ്മൾ ഐക്കോൺ സിയാം മോളിലോട് വിട പറഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ല, നമ്മൾ താമസിക്കുന്ന ഇടത്തേക്ക് പോവുകയാണ്. ബൈ. ദിസ് ബ്യൂട്ടിഫുൾ മോൾ. അടിപൊളി, സൂപ്പർ.